ഹലോ ആൻഡ് വെൽക്കം ടു കോട്ടയം സിവിൽ സർവീസസ് അക്കാഡമി. ഇന്ന് നമ്മൾ കുറച്ച് പ്രാക്ടീസ് ടെസ്റ്റുകളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇന്നലെ അവർ പാസ്റ്റ് വൺ എന്ന ഹിസ്റ്ററിയുടെ അല്ലെങ്കിൽ 6ാം ക്ലാസ്സിലെ ഹിസ്റ്ററി പുസ്തകമായ അവർ പാസ്റ്റ് വൺ എന്ന ചാപ്റ്ററിൻ്റെ അല്ലെങ്കിൽ എന്ന പുസ്തകത്തിൻ്റെ ചാപ്റ്റർ 1 ആണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത്. അതിന് കുറച്ച് പ്രിലിംസ് അല്ലെങ്കിൽ പ്രാക്ടീസ് ടെസ്റ്റുകളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. അവിടെ നിന്ന് വരാൻ സാധ്യത അല്ലെങ്കിൽ ചാപ്റ്റർ 1-ൽ നിന്ന് വരാൻ സാധ്യതയുള്ള പ്രിലിമിനറി ക്വസ്റ്റ്യൻസിന്റെ ഫാക്റ്റുകൾ ഒന്ന് നോക്കും. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. കൺസിഡർ ദി ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഓൺ ദ കൺസിഡർ ദി ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ്സ്. ഫസ്റ്റ് പോയിന്റ്, manuscripts were written on hard surfaces. Second point, inscriptions are written on leaves. Which among the above statement is or are correct? ഇതിൽ ഏതാണ് ശരി എന്നാണ് ചോദിക്കുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു മാനുസ്ക്രിപ്റ്റുകൾ എന്ന് പറയുന്നു. മാനുസ്ക്രിപ്റ്റുകൾ എന്ന് പറയുന്നത് എന്താണ്? ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള വസ്തുക്കളാണ് അല്ലെങ്കിൽ നോട്ടുകളെയാണ് നമ്മൾ മാനുസ്ക്രിപ്റ്റ് എന്നുള്ളത്. അല്ലെങ്കിൽ കൈപ്പടകയിൽ എഴുതപ്പെട്ടിട്ടുള്ള നിങ്ങൾ എഴുതുന്ന നോട്ടുകളാവാം, അത് നിങ്ങൾ എഴുതുന്ന കവിതകളാവാം, കഥകളാവാം. അതുപോലെ എന്താണ്, അന്നത്തെ കാലഘട്ടങ്ങളിൽ പേപ്പറിന്റെ ഉപയോഗം ഇല്ലാതിരുന്ന സമയത്ത് മാനുസ്ക്രിപ്റ്റുകളാണ് അധികവും അല്ലെങ്കിൽ ഐഡിയാസ് കൺവേ ചെയ്യാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ, മാനുസ്ക്രിപ്റ്റ് മാത്രമല്ല ഈ സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻസും. ഈ ഇൻസ്ക്രിപ്ഷൻസ് ആൻഡ് മാനുസ്ക്രിപ്റ്റ്, ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു മാനുസ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് എവിടെയാണ്? ഹാർഡ് സർഫസിലാണെന്നും ഇൻസ്ക്രിപ്ഷൻസ് എഴുതിയിരിക്കുന്നത് ഇലകളിലാണെന്നും അല്ലെങ്കിൽ നമ്മളുടെ പാം ലീവ്സിലാണെന്നും ആണ് ഇവിടെ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്. പക്ഷെ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ് ഇട്ടിരിക്കുന്നത്. അതായത് മാനുസ്ക്രിപ്റ്റ്സ് എപ്പോഴും എഴുതിയിരിക്കുന്നത് പാം ലീവ്സിലും ഇൻസ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ ഹാർഡ് സർഫസുകളിലുമാണ് എഴുതപ്പെട്ടത്. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും പരസ്പരം മാറിപ്പോയത് കൊണ്ട് എന്താണ്, ഓപ്ഷൻ ഡി ആണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓൺലി 1 അല്ല, 2 അല്ല, രണ്ടും ശരിയല്ല. കാര്യം neither 1 nor 2. ഈ രണ്ട് ഓപ്ഷൻ ഡി ആണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു ചോദ്യത്തിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. കാര്യം മാനുസ്ക്രിപ്റ്റ് ഒരിക്കലും ഹാർഡ് സർഫസിലല്ല എഴുതുന്നത്, ഇൻസ്ക്രിപ്ഷൻസ് ഒരിക്കലും പാം ലീവ്സിലുമല്ല എഴുതപ്പെടുന്നത്. മാനുസ്ക്രിപ്റ്റ് എപ്പോഴും ഹാർഡ് സർഫസിലും ഇൻസ്ക്രിപ്ഷൻസ് എപ്പോഴും പാം ലീവ്സിലുമാണ് എഴുതപ്പെടുന്നത്. അടുത്ത ചോദ്യം, റൈസ് വാസ് ഫസ്റ്റ് ഗ്രോൺ ഇൻ വിച്ച് എമംഗ് ദ ഫോളോവിംഗ് റീജിയൻ എന്നാണ് അടുത്തൊരു ചോദ്യം. 4 ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻ എ നോർത്ത് ഓഫ് വിന്ധ്യാസ്, ബി സൗത്ത് ഓഫ് കൃഷ്ണ, സി നോർത്ത് ഓഫ് ഇൻഡസ്, ഡി സൗത്ത് ഓഫ് ലോഹിത്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം, വിന്ധ്യാസ് ആണ്, അല്ലെങ്കിൽ നോർത്ത് ഓഫ് വിന്ധ്യാസിലാണ് നമ്മുടെ ആൻസേഴ്സ് വരുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്കറിയാം ഇവിടെയാണ് വിന്ധ്യാസ് ഇവിടെയാണ് നമുക്കറിയാം. മാപ്പിനകത്ത് നമ്മുടെ നർമ്മദ നദിയുടെ ഉത്തരഭാഗത്താണ് അല്ലെങ്കിൽ നോർത്തേൺ സൈഡിലാണ് വിന്ധ്യാസ് നമുക്ക് കാണപ്പെടുന്നത്. സുലൈമാൻ ആൻഡ് കിർത്താർ ഹിൽസ് ടു ദ നോർത്ത് വെസ്റ്റ്. Some of the areas where women and men first began grow crops such as wheat and barley about 8,000 years ago are located here. എവിടെ? സുലൈമാൻ ആൻഡ് കിർത്താർ ഹിൽസിന്റെ അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റേൺ സൈഡിൽ. People also began rearing animals like sheep, goat and cattle and lived in villages. ഈ വില്ലേജസ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ജനങ്ങൾ ഗ്രാമങ്ങളിൽ ജീവിക്കാൻ തുടങ്ങിയതും എവിടെയാണ്? ഈ ഒരു റീജിയനിൽ തന്നെയാണ്. നമുക്ക് ഗാരോ ഹിൽസ് നോക്കാം. Locate the Garo hills to the northeast and the Vindhyas in the central India. There are some other important areas where the places where rice was first grown are to the north of Vindhyas. അതായത് വിന്ധ്യാസിന്റെ നോർത്തേൺ സൈഡിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ആദ്യമായിട്ട് റൈസ് കൾട്ടിവേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഉത്തരം ഏതാണ്? ഈ നോർത്ത് ഓഫ് വിന്ധ്യാസ്, ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത്. അടുത്ത ഒരു ചോദ്യം, ലാംഗ്വേജസ് വെയർ യൂസ്ഡ് ഇൻ ഇൻസ്ക്രിപ്ഷൻസ് ഡിസ്കവേർഡ് ഫ്രം ദ കണ്ടഹാർ. ഇന്നത്തെ കണ്ടഹാർ എവിടെയാണ്? ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലാണ് കണ്ടഹാർ നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് പലപ്പോഴും ചിലപ്പോൾ ചിന്തിക്കുമ്പം നൺ ഓഫ് ദ എബോ ഒരിക്കലും നമുക്ക് ശരിയായിട്ട് വരണമെന്നില്ല. രണ്ടാമത്തെ ഓപ്ഷൻ സി ഗ്രീക്ക് ആൻഡ് അറാമൈക് ആണ് നമ്മുടെ മനസ്സിൽ രണ്ടാമത് ഒരു ഓപ്ഷൻ. മൂന്നാമത് ഓപ്ഷൻ ബി സംസ്കൃത് ആൻഡ് പ്രാകൃത് ആണ്. ഓപ്ഷൻ എ ഉറുദു ആൻഡ് ഹിന്ദി. ഇപ്പൊ ചിലപ്പോൾ ആളുകൾ എന്താണ് മറ്റേ ഈ ലാംഗ്വേജ് അല്ലെങ്കിൽ ഇൻസ്ക്രിപ്ഷൻസിന്റെ പലപ്പോഴും അശോകൻ ഇൻസ്ക്രിപ്ഷൻസ് ആയതുകൊണ്ട് പലപ്പോഴും ഒരു ഇന്ത്യയുടെ കിഴക്കൻ സ്ഥലങ്ങളിലൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ പലരും എന്താണ് ഓപ്ഷൻ ബി സെലക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ 2250 വർഷങ്ങൾക്ക് മുൻപ് കാണ്ഡഹാറിൽ അല്ലെങ്കിൽ പ്രസന്റ് ഡേ അഫ്ഗാനിസ്ഥാനിൽ
കണ്ടുപിടിച്ച ഇൻസ്ക്രിപ്ഷനെ കുറിച്ചാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ദിസ് ഇൻസ്ക്രിപ്ഷൻ ഡേറ്റ്സ് ടു അബൌട്ട് 2250 years ago and was found in Kandahar, present day Afghanistan. It was inscribed on the orders of a ruler named Ashoka. അശോക ചക്രവർത്തിയുടെ ശിലാശാസനങ്ങളിൽ ഒന്നാണ് നമ്മളുടെ ഇന്നത്തെ അഫ്ഗാനിലെ കണ്ടഹാറിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. This inscription was inscribed in 2 different script and languages, Greek and Aramaic. ഈ 2 ഭാഷകളിലാണ്, ഗ്രീക്കിലും അറമയിലുമാണ് അശോകന്റെ ശിലാശാസനങ്ങൾ അല്ലെങ്കിൽ 2 വന്നിരിക്കുന്നത് ഗ്രീക്ക് ലാംഗ്വേജിലും അറമൈക് ലാംഗ്വേജിലുമാണ് വന്നിരിക്കുന്നത്. എവിടുത്തേത്? കണ്ടഹാറിലേത്. അപ്പൊ ഇതൊന്ന് ഉത്തരം അപ്പൊ ഏതാണ് ശരി? ഓപ്ഷൻ സി ആണ്, ഗ്രീക്ക് ആൻഡ് അറമൈക് ആണ് കറക്റ്റ് ഉത്തരമായിട്ട് അല്ലെങ്കിൽ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്തത്, സുലൈമാൻ റേഞ്ചസ് സെപ്പറേറ്റ്സ് വിച്ച് അമംഗ് ദ ഫോളോവിംഗ് 2 nations. ഏതൊക്കെ രാജ്യങ്ങളെ തമ്മിലാണ് സുലൈമാൻ റേഞ്ചസ് സെപ്പറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കണം. അതിനു മുമ്പ് നമുക്ക് ആ മാപ്പ് നോക്കാം. ഈ സുലൈമാൻ റേഞ്ച് നമുക്ക് കാണാൻ പറ്റുന്ന എവിടെയാണ്? കിർത്താർ ഇവിടെയാണ്, സുലൈമാൻ റേഞ്ച് ഇവിടെയാണ് അല്ലെ. അപ്പൊ ഈ ഇൻഡസ് നദി ഇതുവഴി ഒഴുകുന്നുണ്ട്. ഥാർ മരുഭൂമി ഇന്ത്യയിലാണ്. നമ്മൾ ഹിമാലയാസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്, ബ്രഹ്മപുത്ര നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഗാരോ ഹിൽസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഗംഗ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ, വിന്ധ്യാസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്, മഹാനദി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഡെക്കൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, കൃഷ്ണ റിവർ കാണാൻ പറ്റുന്നുണ്ട്, തുംഗഭദ്ര, പെണ്ണാറ്, കാവേരി തുടങ്ങിയ നദികളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ചോദ്യം എവിടെയാണ്? ചമ്പൽ ഇതാണ്. ഇത് പലപ്പോഴും ഇങ്ങനത്തെ മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എപ്പോഴും നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ UPSC പരീക്ഷകൾക്ക് സാധ്യതയുണ്ട്. അപ്പൊ സുലൈമാൻ ഇവിടെ ചോദിച്ചേക്കുന്ന ചോദ്യം എന്താണ്? സുലൈമാൻ റേഞ്ച് സെപ്പറേറ്റ് ചെയ്യുന്ന രാജ്യങ്ങൾ ഏതാണ്? ഇവിടുത്തെ നമുക്കറിയാം പാകിസ്ഥാനാണ് നമുക്കറിയാം. ഇവിടെ എന്തായിരിക്കും? അഫ്ഗാനിസ്ഥാനാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. അപ്പം അഫ്ഗാനിസ്ഥാനെയും പാകിസ്ഥാനെയും ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മൗണ്ടൻ റേഞ്ച് ഏതാണ്? സുലൈമാൻ റേഞ്ചസ് ആണ് എന്നത് ഈ മാപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഉത്തരം ഏതാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. ഓപ്ഷൻ സി ആണ് ഈ ചോദ്യത്തിന്റെ ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത്. അപ്പം ഈ ബേസിക്കലി നിങ്ങൾ ഈ ഒരു മാപ്പിന്റെ പഠിക്കുമ്പോൾ ഈ ചമ്പൽ ഏതൊക്കെ നദിയിൽ ഒഴുകുന്നു, വിന്ധ്യാസ് എന്തൊക്കെയാണ്, നർമ്മദ ഏതൊക്കെ നദിയിൽ ഒഴുകുന്നു, മഹാനദി, കൃഷ്ണ നദി, തുംഗഭദ്ര, പെണ്ണാറ്, ഇതൊഴുകുന്ന പ്രധാനപ്പെട്ട സിറ്റികൾ നിങ്ങളൊന്ന് മാപ്പ് ചെയ്ത് അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കുന്നത് എപ്പോഴും നിങ്ങളുടെ പരീക്ഷകളിൽ സഹായിക്കുന്നതായിരിക്കും. ഇപ്പം ഇവിടുത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ്? ചോദ്യം എന്തായിരുന്നു? ഏതൊക്കെ രാജ്യങ്ങളെ തമ്മിലാണ് സുലൈമാൻ റേഞ്ചസ് സെപ്പറേറ്റ് ചെയ്യുന്നത്? ഒന്ന് പാകിസ്ഥാൻ, മറ്റൊന്ന് അഫ്ഗാനിസ്ഥാൻ. ഇപ്പം ഓപ്ഷൻ സി ആണ് നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത്. വിച്ച് അമംഗ് ദ ഫോളോവിംഗ് ക്യാൻ ബി ട്രേസ്ഡ് ഇൻ നർമ്മദ വാലി? നർമ്മദ വാലിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണ്? ഏർലി അഗ്രികൾച്ചറേഴ്സ് ആണോ, ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദേഴ്സ് ആണോ, ഏർലി സിറ്റീസ് ആണോ, അതോ ഇവയൊന്നുമല്ല എന്നൊരു ഉത്തരമാണോ നമുക്ക് കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ദ റിവർ നർമ്മദ, ദ പീപ്പിൾ lived along the banks of the river for several hundred thousands of years. Some of the earliest people who lived here are skilled gatherers. And the skilled gatherers എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? ആഹാരം തേടി പോകാറുണ്ട്. അവർ മൃഗങ്ങളെ കൊന്ന് ആഹാരം ആക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള കായ്കനികളും അല്ലെങ്കിൽ ഗ്യാദർ ചെയ്ത് ജീവിച്ചിരുന്ന ഒരു വിഭാഗം ആളുകളെയാണ് നമ്മൾ ഇവിടെ കാണാൻ പറ്റുന്നത്. ദ റിവർ നർമ്മദയുടെ താഴ്വാരങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ദ സുലൈമാൻ ആൻഡ് കിർത്താർ ഹിൽസ് ടു ദ നോർത്ത് വെസ്റ്റ്. Some of the areas where women and men first grow crops such as wheat and barley about 8,000 years ago are located here. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗോതമ്പും ബാർലിയും വിളയിച്ചെടുത്ത ആളുകളെയാണ് നമുക്ക് എവിടെ കാണാൻ പറ്റുക? സുലൈമാൻ ആൻഡ് കിർത്താർ ഹിൽസിന്റെ നോർത്ത് വെസ്റ്റേൺ സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുക. അവിടെ എന്താണ്? അവര് ഷീപ്പ്, ചെമ്മരിയാട്, സാധാരണ ആടുകള്, മറ്റുള്ള കാലികളെയും ഒക്കെയും വളർത്താൻ അവര് ശ്രമിച്ചിരുന്നു. ഗാരോ ഹിൽസ് അറ്റ് ദ നോർത്ത് ഈസ്റ്റ് ആൻഡ് വിന്ധ്യാസ് ഇൻ സെൻട്രൽ ഏരിയ. അപ്പൊ അതായത് ഗാരോ ഹിൽസിന്റെ അവിടെയും വിന്ധ്യാസിന്റെയും റീജിയനിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? അഗ്രികൾച്ചർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സാധ്യത, അഗ്രികൾച്ചറിസ്റ്റുകളെ നമുക്ക് എവിടെ കാണാൻ പറ്റും? ഗാരോ ഹിൽസിന്റെയും വിന്ധ്യാസിന്റെയും സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. This is the place where rice was first grown and to the north of Vindhyas. The river Indus and its tributary, ഏകദേശം 4700 വർഷങ്ങൾക്ക് മുമ്പ് earliest cities നമുക്ക് ഫ്ലറിഷ് ചെയ്തിരിക്കുന്നത് എവിടെയായിരുന്നു? റിവർ ഇൻഡസിന്റെ താഴ്വരകളിലായിരുന്നു അല്ലെങ്കിൽ തടങ്ങളിലായിരുന്നു. അപ്പൊ ഇവിടുത്തെ ചോദ്യം എന്തായിരുന്നു? റിവർ നർമ്മദയുടെ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? ഹണ്ടേഴ്സ് ആൻഡ് ഗാദറേഴ്സിനെയാണ് നമുക്ക് എവിടെ കാണാൻ പറ്റിയത്? നർമ്മദയുടെ വാലീസിൽ കാണാൻ സാധിക്കുന്നത്.
അപ്പം അതാണ് അല്ലെങ്കിൽ സ്കിൽഡ് ഗ്യാദറേഴ്സിനെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. ഇതൊക്കെയാണ് ഒരു പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ഇവിടെ ചാപ്റ്റർ 1-ൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ചാപ്റ്റർ 1 പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ വേണം നിങ്ങൾ പഠിച്ചു പോകാൻ. അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മാപ്പ് 1, അതായത് പേജ് നമ്പർ 2-ൽ നിങ്ങളുടെ ഫിസിക്കൽ മാപ്പ് ഓഫ് സബ് കോണ്ടിനെന്റ് നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് പ്രധാനപ്പെട്ട നദികളുണ്ട്. 1 ഗംഗ, 2 ചമ്പൽ, യമുന, രവി, ബിയാസ്, ചെനാബ്, ഝലം, ഇൻഡസ് തുടങ്ങിയ നദികൾ, സാത്പുര റേഞ്ചസ്, വിന്ധ്യൻ റേഞ്ച്, നർമ്മദ റിവർ, മഹാനദി, സോൺ റിവർ, എന്താണ് ഗോദാവരി, കൃഷ്ണ റിവർ, തുംഗഭദ്ര, പെണ്ണാർ, കാവേരി, ഈസ്റ്റേൺ ഘാട്ട്, വെസ്റ്റേൺ ഘാട്ട്, സാത്പുര റേഞ്ചസ്, തപ്തി റിവർ തുടങ്ങിയ നദികൾ, ഗംഗ, ഗാരോ ഹിൽസ്, ബ്രഹ്മപുത്ര. ഈ നദികളെ കുറിച്ചൊക്കെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ലിസ്റ്റിംഗ്, അതായത് മേജർ സിറ്റീസ് കവേർഡ്, നദികളാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഇപ്പം ഉദാഹരണം വിന്ധ്യാസ്, ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ് ഇതൊരു വിഘടിപ്പിക്കുന്നത് അല്ലെങ്കിൽ വിഭജിക്കുന്നത് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഈ തരത്തിൽ സുലൈമാൻ ഹിൽസ് നമ്മൾ ചോദിച്ച പോലെ എന്താണ് വിത്തിൻ ദ സബ് കോണ്ടിനെന്റ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊന്ന് കൃത്യമായിട്ടൊന്ന് മാപ്പ് കൃത്യമായിട്ട് പഠിച്ചു പോവുക. അപ്പം ആ മാപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് ഏതാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ട ഒരു ചോദ്യം നമ്മൾ കണ്ടു, ഏതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ ഇതാണ്. ഇറ്റ് ഈസ് പ്യോർലി എ മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങൾ എവിടെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, നമ്മളുടെ UPSC പ്രിലിംസിന് കിട്ടാൻ സാധ്യതയുണ്ട്. വിത്ത് മിനിമം എഫോർട്ട് മാക്സിമം മാർക്ക് നമുക്ക് ഇവിടെ നിന്ന് നേടിയെടുക്കാൻ പറ്റും, ഈ ഓൺലി ബിക്കോസ് ഓഫ് ദിസ് മാപ്പ് സ്റ്റഡി. അപ്പൊ അതൊന്ന് കൃത്യമായിട്ട് ഫോം ചെയ്യുക, അല്ലെങ്കിൽ അതൊന്ന് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക എന്നത് മാത്രമാണ് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം ചാപ്റ്റർ 2-ഉം അതിനോടനുബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും പരിശോധിക്കുന്നതായിരിക്കും. അപ്പം ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ യുവർ ടൈം.